Hi dears, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും +1 റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ 520 മാർക്കുള്ള ഒരുപാട് മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, +1 കിടക്കുമ്പോൾ നമ്മൾ ഫുൾ A+ എന്നതിലുപരിയായിട്ട് മാർക്കിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ തന്നെ 520 കിട്ടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കണം ഈ കുട്ടികളൊക്കെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് നേടിയിട്ടുള്ളത്. അപ്പം മക്കളെ, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. SSLC വരെ ഫുൾ A+ മാർക്ക് എത്രയാണ് എന്നൊന്നും നമുക്ക് അറിയണ്ട. പക്ഷെ +1 വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൂടെ റിലീസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് മക്കൾ, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പമാണ് നിങ്ങൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കം തൊട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഈ ഒരു ഫുൾ ഔട്ട് ഓഫ് ഫുൾ എന്ന് പറയുന്ന സ്കോറിലേക്ക്, നമ്മുടെ ഫൂഫു സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫൂഫു അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിലെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ 11th എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ബേസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കുക. അതിനുശേഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. സെൽഫായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് NCERT എന്ന് പറയുന്ന ആ വലിയ ഒരു കടലിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ട് മനസ്സിലാവുക. ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും ഒരിക്കലും നമുക്കൊരു ചാപ്റ്റർ NCERT പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ NCERT എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുകയാണല്ലേ. അതിലെല്ലാ പോയിന്റ്സും നമുക്ക് ആവശ്യമുണ്ടോ? അതും ഇല്ല. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് സമയം കളയുന്നതിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു വീഡിയോ സൊല്യൂഷൻ കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ചിൽ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ടോപ്പിക്കും ബേസ് മുതൽ തന്നെ കംപ്ലീറ്റ് കോൺസെപ്റ്റും ക്ലിയർ ആയി തന്നെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ അത് കാണാം, ലൈവ് കാണണമെങ്കിൽ അത് കാണാം. ഈ ലൈവ് മിസ്സായെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ലൈവ് നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണാം. ഇനി അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാം ഉണ്ട്. എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഇനി എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻസർ കീ ഡിസ്കഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, ഇൻസ്റ്റാ ലേൺ ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് അഗ്നി ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് 520 എന്ന് പറയുന്ന ഒരു മാർക്കായിരിക്കണം. അതിൽ കുറഞ്ഞതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ആരും സ്വപ്നം കാണാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ കൂട്ടായിട്ട് അഗ്നി ബാച്ചിൽ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്.